നമസ്കാരം, ഇലക്ട്രീഷ്യൻ ട്രേഡിന്റെ ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ CRO ഉപയോഗിച്ച് സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിനും ഓസിലേറ്ററിനും വേണ്ടി വേവ് ഷേപ്സ് സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും പ്രദർശിപ്പിക്കുന്നതിനെക്കുറിച്ചും നമുക്ക് പഠിക്കാം. ഈ സെഷന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് കോമൺ സ്മിത്ത് ആംപ്ലിഫയറുകളുടെ വേവ് ഷേപ്സ് പരിശോധിക്കുകയും ഇൻപുട്ട് ഔട്ട്പുട്ട് തരംഗങ്ങൾ ഉപയോഗിച്ച് വേർതിരിക്കാനും ഓസിലേറ്റർ ഔട്ട്പുട്ട് വേവ് ഷേപ്പ് പരിശോധിച്ച് ഫ്രീക്വൻസി തിരിച്ചറിയുവാനും കഴിയും. ഇപ്പോൾ നമുക്ക് കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ഗെയിൻ A2 നിർണ്ണയിക്കുകയും ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഷേപ്സിനെ വേർതിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു ട്രാൻസിസ്റ്റർ SL100 ഉപയോഗിച്ച് ഒരു CE ആംപ്ലിഫയറും ഓസിലേറ്ററും നിർമ്മിക്കുന്നതിന് നിങ്ങൾക്ക് ഇനി പറയുന്ന ഘടകങ്ങളും ഉപകരണങ്ങളും ആവശ്യമാണ്. ട്രാൻസിസ്റ്റർ SL100, റെസിസ്റ്റേഴ്സ് 5.6 കിലോ ഓം, 470 ohm, 120 ohm and 1.2 kilo ohm. കപ്പാസിറ്റർ ഡിസൈനിനനുസരിച്ച്. അമ്മീറ്റേഴ്സ് 0 to 30 milliampere and 0 to 500 microampere. റെഗുലേറ്റഡ് DC പവർ സപ്ലൈ 12 volt 1 ampere. ഫംഗ്ഷൻ ജനറേറ്റർ. ബ്രെഡ് ബോർഡ് ഓർ PCB സർക്യൂട്ട് അസംബ്ലിക്ക് വേണ്ടി. കണക്റ്റിംഗ് വയേഴ്സ്. സോൾഡറിംഗ് അയൺ ആൻഡ് സോൾഡർ. ഡിജിറ്റൽ മൾട്ടിമീറ്റർ. പരീക്ഷണത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് കോമൺ എമിറ്റർ ആംപ്ലിഫയർ മനസ്സിലാക്കാം. CE ആംപ്ലിഫയർ എന്നത് ഒരു അധിക കറണ്ട് ഗെയിൻ ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരം ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണ്. ഇൻപുട്ട് സിഗ്നൽ ബേസ് എമിറ്റർ ജംഗ്ഷനിൽ ഉപയോഗിക്കുന്നു. കൂടാതെ ഔട്ട്പുട്ട് സിഗ്നൽ കളക്ടർ എമിറ്റർ ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്നു. ഒരു പോസിറ്റീവ് ഇൻപുട്ട് സിഗ്നൽ ഉപയോഗിക്കുമ്പോൾ ബേസ് എമിറ്റർ ജംഗ്ഷനിലുടനീളം ഫോർവേഡ് ബയസ് വർദ്ധിക്കുന്നു. ഇത് കളക്ടർ കറണ്ടിൽ വർധനവിന് കാരണമാകുന്നു. ഇത് കളക്ടർ ലോഡ് റെസിസ്റ്ററിലുടനീളം വോൾട്ടേജ് ഡ്രോപ്പ് വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുന്നു. ഇത് ഔട്ട്പുട്ട് സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. ഇൻപുട്ട് സിഗ്നലിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ബേസ് എമിറ്റർ ജംഗ്ഷനിലുടനീളം ഫോർവേഡ് ബയസ് കുറയുന്നു. ഇത് കളക്ടർ കറണ്ടും ലോഡ് റെസിസ്റ്ററിലുടനീളം വോൾട്ടേജ് ഡ്രോപ്പും കുറയ്ക്കുന്നു. ഇത് ലോഡ് റെസിസ്റ്ററിലുടനീളം ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് സിഗ്നൽ ദൃശ്യമാകാൻ കാരണമാകുന്നു. നമുക്ക് ഇപ്പോൾ ഒരു CE ആംപ്ലിഫയർ നിർമ്മിച്ച് ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും വേവ് ഷേപ്സ് നിരീക്ഷിക്കാം. ഒരു SL ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് നിർമ്മിക്കുക. +12 വോൾട്ട് VCC പ്രയോഗിക്കുക. ടേബിൾ 1-ൽ കളക്ടർ കറണ്ട് LC, ബേസ് കറണ്ടിൻ്റെ IB മൂല്യങ്ങൾ അളക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. തുടർന്ന് ഫംഗ്ഷൻ ജനറേറ്ററിൽ നിന്ന് ഇൻപുട്ട് സൈൻ വേവ് ഉപയോഗിച്ച് CROയിലെ ഔട്ട്പുട്ട് സിഗ്നൽ പരിശോധിച്ചുറപ്പിക്കുക. ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഷേപ്സ് നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. CRO ഉപയോഗിച്ച് വോൾട്ടേജ് ഗെയിൻ അളക്കുക. CRO ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഷേപ്പ് സൈനോസോയിഡൽ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അമ്മീറ്റർ റീഡിങ്ങിൽ നിന്ന് കളക്ടർ കറണ്ട് 6.89 മില്ലി ആംപിയർ ആയും ബേസ് കറണ്ട് 42 മൈക്രോ ആംപിയർ ആയും അളന്നു. ഔട്ട്പുട്ട് വേവ് ഷേപ്സിൽ ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ 4 ആണെന്ന് കണ്ടെത്തി. അതായത് ഇൻപുട്ട് സിഗ്നലുമായി ബന്ധപ്പെട്ട് ഔട്ട്പുട്ട് സിഗ്നൽ 4 തവണ വർദ്ധിപ്പിച്ചു. അങ്ങനെ ഔട്ട്പുട്ട് വർദ്ധിപ്പിച്ചതായി നമുക്ക് കണക്കാക്കാൻ കഴിയും. CE ആംപ്ലിഫയറിൻ്റെ ഒരു സാധാരണ ആപ്ലിക്കേഷനാണ് ഓഡിയോ ആംപ്ലിഫയർ. ഒരു മൈക്രോഫോണിൽ നിന്നോ മറ്റ് ഓഡിയോ ഇൻപുട്ട് ഉറവിടത്തിൽ നിന്നോ താഴ്ന്ന നിലയിലുള്ള ഓഡിയോ സിഗ്നലുകൾ വർദ്ധിപ്പിക്കാനും സ്പീക്കറോ ഹെഡ്ഫോണുകളോ പ്രവർത്തിപ്പിക്കുവാനും കഴിയുന്ന ഒരു വലിയ ഔട്ട്പുട്ട് സിഗ്നൽ നൽകാനും ഇത് ഉപയോഗിക്കുന്നു. റേഡിയോ റിസീവറുകൾ, സിഗ്നൽ ജനറേറ്ററുകൾ, വോൾട്ടേജ് റെഗുലേറ്ററുകൾ തുടങ്ങിയ മറ്റു ആപ്ലിക്കേഷനുകളിലും CE ആംപ്ലിഫയറുകൾ ഉപയോഗിക്കുന്നു. അടുത്തതായി നമുക്ക് ഒരു ഹാർട്ട്ലി ഓസിലേറ്റർ കൂട്ടിച്ചേർക്കുകയും വേവ്സ് പരിശോധിക്കുകയും വ്യത്യസ്ത കപ്പാസിറ്റർ മൂല്യങ്ങളുള്ള ഫ്രീക്വൻസി കണ്ടെത്തുകയും ചെയ്യാം. ഒരു ഹാർട്ട്ലി ഓസിലേറ്റർ കൂട്ടിച്ചേർക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഇവയൊക്കെയാണ്. ട്രാൻസിസ്റ്റർ BF195, 2 കപ്പാസിറ്ററുകൾ, ഇൻഡക്ടർ, റെസിസ്റ്റേഴ്സ്, മീഡിയം വേവ് ഓസിലേറ്റർ കോയിൽ, GAN കപ്പാസിറ്റർ. പരീക്ഷണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഹാർട്ട്ലി ഓസിലേറ്ററിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാം. ഹാർട്ട്ലി ഓസിലേറ്റർ ടാങ്ക് സർക്യൂട്ടിൽ L1, L2, C1 എന്നിവ അടങ്ങിയിരിക്കുന്നു. കളക്ടർ കറണ്ട് ഒഴുകുകയും വർദ്ധിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ കപ്പാസിറ്റർ C1ൻ്റെ ചാർജിംഗ് ആരംഭിക്കുന്നു.
ആ കപ്പാസിറ്റർ C1 പൂർണ്ണമായി ചാർജ് ചെയ്തതിനു ശേഷം L1, L2 എന്നിവയിലൂടെ കറണ്ട് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങുന്നു. അതിനാൽ ഓസിലേഷൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഒരു ഹാർഡ്ലി ഓസിലേറ്റർ കൂട്ടിച്ചേർക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഇവയൊക്കെയാണ്. ഇൻപുട്ട് വോൾട്ടേജുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബേസ് റെസിസ്റ്ററുകൾ R1, R3 എന്നിവ ഉപയോഗിച്ച് ട്രാൻസിസ്റ്റർ ഒരു സാധാരണ എമിറ്റർ കോൺഫിഗറേഷനിൽ ബന്ധിപ്പിച്ച് കളക്ടർ റെസിസ്റ്ററുകൾ R2, R4 എന്നിവ ഔട്ട്പുട്ടിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു. കൂടാതെ എമിറ്റർ റെസിസ്റ്റർ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. കപ്പാസിറ്റർ C1 ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് ബന്ധിപ്പിക്കുക. മറ്റ് ഗ്യാങ് കപ്പാസിറ്റർ C ഇൻഡക്ടറുമായി പാരലലായി ബന്ധിപ്പിക്കുക. C2 കളക്ടറും ഇൻഡക്ടറും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. കൂടാതെ C3 എമിറ്ററും ഗ്രൗണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ട്രാൻസിസ്റ്ററിന്റെ കളക്ടറുമായി സീരീസായി ഇൻഡക്ടർ ബന്ധിപ്പിക്കുക. ഒരു ഹാർഡ്ലി ഓസിലേറ്റർ കണക്ഷൻ കൂട്ടിച്ചേർത്ത ശേഷം വ്യത്യസ്ത കപ്പാസിറ്റർ വാല്യൂസ് ഉള്ള വേവ്സും ഫ്രീക്വൻസികളും പരിശോധിക്കാം. ഹാർഡ്ലി ഓസിലേറ്റർ സർക്യൂട്ട് ബന്ധിപ്പിച്ച് +12 വോൾട്ട് DC സപ്ലൈ സ്വിച്ച് ഓൺ ആക്കുക. ട്രാൻസിസ്റ്റർ അമിതമായി ചൂടാകുന്നില്ലെന്ന് ഉറപ്പാക്കുക. ട്രാൻസിസ്റ്റർ അമിതമായി ചൂടാവുകയാണെങ്കിൽ സപ്ലൈ ഓഫ് ചെയ്ത് കണക്ഷനുകൾ പരിശോധിക്കുക. മൈക്രോവേവ് ഓസിലേറ്റർ കോയിലിന്റെ സെക്കൻഡറി ടെർമിനലുകൾ CROയുമായി ബന്ധിപ്പിച്ച് ഫ്രീക്വൻസി അളക്കുക. സ്ക്രീനിൽ വ്യക്തമായ സൈനോസോയിഡൽ വേവ് ലഭിക്കാൻ CRO ടൈം ബേസ് ക്രമീകരിക്കുക. ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും അളക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. ഓസിലേഷൻസിന്റെ ഫ്രീക്വൻസി കൈവരിക്കുന്നതിന് കപ്പാസിറ്ററുകളുടെയും ഇൻഡക്ടറുകളുടെയും വാല്യൂസ് ക്രമീകരിക്കുക. ഗ്യാങ് കപ്പാസിറ്റർ ഒരു അറ്റത്ത് സജ്ജീകരിച്ച് ടേബിൾ 2ൽ ഓസിലേഷൻസിന്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും അളക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. ഗ്യാങ് കപ്പാസിറ്റർ മറ്ററ്റത്തേക്ക് സജ്ജീകരിച്ച് ടേബിൾ 2ൽ ഓസിലേഷൻസിന്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും അളക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. ഗ്യാങ് കപ്പാസിറ്ററിനെ ഏകദേശം മധ്യസ്ഥാനത്തേക്ക് സജ്ജീകരിച്ച് ടേബിൾ 2ൽ പ്രവർത്തനങ്ങളുടെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും അളക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. ഹാർഡ്ലി ഓസിലേറ്റർ നിർമ്മിച്ച് ഇൻപുട്ട് സപ്ലൈ ഉപയോഗിച്ചതിന് ശേഷം ഇനി പറയുന്നവയാണ് നിരീക്ഷണങ്ങൾ. കപ്പാസിറ്റർ വാല്യൂ ഒരു പരിധിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയി തുടരുന്നു. കപ്പാസിറ്റർ വാല്യൂ മാറുന്നതനുസരിച്ച് ഫ്രീക്വൻസിയിലുള്ള മാറ്റം നിരീക്ഷിക്കപ്പെടുന്നു. ഒരറ്റത്ത് പീക്ക് ടു പീക്ക് വോൾട്ടേജ് 4.2 വോൾട്ടും ഫ്രീക്വൻസി 2500 ഹെർട്സുമാണ്. മറ്റേ അറ്റത്ത് പീക്ക് ടു പീക്ക് വോൾട്ടേജ് 4.2 വോൾട്ട്സും ഫ്രീക്വൻസി 9700 ഹെർട്സുമാണ്. മധ്യസ്ഥാനത്ത് പീക്ക് ടു പീക്ക് വോൾട്ടേജ് 4.2 വോൾട്ട്സും ഫ്രീക്വൻസി 6100 ഹെർട്സുമാണ്. ഹാർഡ്ലി ഓസിലേറ്റർ സർക്യൂട്ടുകളുടെ ഉദാഹരണങ്ങളിൽ മെറ്റൽ ഡിറ്റക്ടറുകൾ, ക്ലോക്കുകൾ, റേഡിയോകൾ എന്നിവ ഉൾപ്പെടുന്നു. ചുരുക്കത്തിൽ ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് ഒരു സാധാരണ സ്മിത്ത് ആംപ്ലിഫയറുകളുടെ വേവ് ഷേപ്പ് പരിശോധിച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ്സിനെ ഉപയോഗിച്ച് വേർതിരിച്ചറിയുക, ഓസിലേറ്റർ ഔട്ട്പുട്ട് വേവ് ഷേപ്പ് പരിശോധിക്കുകയും ഫ്രീക്വൻസി തിരിച്ചറിയുകയും ചെയ്യുക. വരാനിരിക്കുന്ന സെഷനുകളിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയ വിഷയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയ്ക്ക് ഈ ആശയങ്ങൾ ഒരു അടിത്തറയായിരിക്കും. ഈ സെഷനിലെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കും പങ്കാളിത്തത്തിനും നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.